ഓസ്റ്റിക്തസിൻ്റെ സാലിയൻറ്റ് ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഞാനൊരു PDF അയച്ചു തന്നിരുന്നു. കാരണം ഈ ഫിഷസിൻ്റെ ക്ലാസിഫിക്കേഷൻ പല ടെക്സ്റ്റും പല പോലെ ആയതുകൊണ്ട് നമുക്കൊരു കോമൺ പാറ്റേൺ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനാണ് ഞാനൊരു PDF നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഓസ്റ്റിയോക്ടസിലുള്ള നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ഓർഡറാണ് ഓർഡർ പ്രോസെപ്റ്ററേജി. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ഓർഡർ സീലോകാന്തിനി ആണ് കേട്ടോ. സീലോകാന്തിനി ഒരു സി വിട്ട് പോയിട്ടുണ്ട്. സോ ദേ ആർ പ്രിമിറ്റീവ് ഫിഷസ് which have been evolved from the osteolepids. Now they are represented by a single family called as Latimeria. Now only 2 living species are there. They are marine, deep water forms ആണ് found in the western Indian Ocean. Now ഈ സീലോകാന്തിനെ പറ്റി പറയുമ്പോൾ they are very primitive fishes. So coelacanths, they are studied by scientists in 1839. And ഈ 1839 വരെ they were available only through their fossils. So fossil fish Coelacanthus granulatus, it was found by Louis Agassiz. അതിനുശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നും ഈ സീലോകാന്ത് ഫിഷിൻ്റെ ഒരുപാട് ഫോസിൽസ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. So 400 million years ago was the appearance of the earliest fossil. അത് ഏറ്റവും പഴയ ഫോസിൽ നമ്മൾക്ക് കിട്ടിയത് അതിൻ്റെ ഏജ് എന്ന് പറയുന്നത് 400 million years ago ആണ്. പിന്നീട് പല ഫോസിൽസും കിട്ടിയിട്ടുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ ഫോസിൽ എന്ന് പറയുന്നത് 70 million years ago. അപ്പോൾ ഇത്രയും പഴയ ഒരു എവല്യൂഷണറി ഹിസ്റ്ററിയാണ് ആർക്കുള്ളത്, ഈ സീലോകാന്ത് ഫിഷസിനുള്ളത്. അപ്പോൾ until 1839 only these fishes were available only through their fossils. Okay, അപ്പോൾ ഈ ഒരു ഫോസിൽ റെക്കോർഡ് വെച്ചിട്ട് നമ്മൾ അതുവരെ അനുമാനിച്ചിരുന്നത് these coelacanth they have been extinct എന്നുള്ളതാണ്. Okay, so according to this fossil record, coelacanths they disappeared completely. പക്ഷേ അതിനുശേഷം ഈ 1839 the species was rediscovered. Okay, so only 2 representatives are present as the group coelacanths were once successful. So these species they left abundant fossil records from Devonian to the Cretaceous period. So these coelacanth നമ്മൾ റീഡിസ്കവർ ചെയ്തിരുന്നു ഈ ഫിഷിനെ. എന്നിട്ട് നമ്മളിപ്പോൾ ഈ റീഡിസ്കവർ ചെയ്ത ഫിഷിനെയും ഫോസിൽസിനെയും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് they remained unchanged. ആലോചിച്ച് നോക്കൂ, ഈ 400 million years മുന്നേ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഫോസിലും ഇന്ന് നമ്മൾക്ക് കിട്ടുന്ന ലൈഫ് സ്പെസിമെനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. Okay, so they are retaining that same character. Okay, so Marcopoma, which is one of the extinct genus of coelacanth, which lived during the Cretaceous period, it resembled the living species. അപ്പോൾ ഏകദേശം ഈ സീലോകാന്ത് ഇവോൾവ് ചെയ്തത് 360 million years ago ആണ്. ഏകദേശം 60 million years ago they became extinct. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പഴയ ഫോസിൽ റെക്കോർഡ്സ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 60 million years ago മുന്നേ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് കരുതിയ ഒരു ഗ്രൂപ്പാണ് ഏത്, ഈ സീലോകാന്ത് ഫിഷസ്. ആൻഡ് ലേറ്റർ they were rediscovered. അപ്പോൾ ഈ സീലോകാന്തിൻ്റെ റീഡിസ്കവറി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്.
കാരണം നമ്മളുടെ എവല്യൂഷണറി സ്റ്റഡീസിൽ തന്നെ വളരെ എന്താ പറയുക ഒരു നാഴികക്കല്ല് എന്ന് വിളിക്കാൻ പറ്റിയ ഒരു റീഡിസ്കവറി ആണ് ഈ ഫിഷിൻ്റെ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു 60 മില്യൺ ഇയേഴ്സ് എഗോ മുന്നേ ജീവിച്ചിരുന്ന ഒരു ഫിഷ്, അന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് നമ്മൾ കരുതിയ ഫിഷ് വീണ്ടും നമ്മൾ റീഡിസ്കവർ ചെയ്യണം അല്ലേ. എന്നിട്ട് ഈ റീഡിസ്കവർ ചെയ്തിട്ടുള്ള സ്പീഷീസും ഫോസിൽ റെക്കോർഡ്സും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നോ ചേഞ്ച് ഹാസ് ഒക്കേർഡ്. അപ്പം അങ്ങനെയുള്ള ആനിമൽസിനെ നമ്മളൊരു പേര് കൊടുക്കും, ലിവിങ് ഫോസിൽസ് എന്ന്. അതായത് അവര് ശരിക്കും ഫോസിലൈസ്ഡ് ഫോമിലും അവൈലബിൾ ആണ്, ലൈവ് ഫോമിലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, പിന്നെ എന്നവര് പ്രീ ഹിസ്റ്റോറിക് പീരിയഡിൽ ഇവോൾവ് ചെയ്തോ അന്ന് മുതൽ ഇന്ന് വരെ നോ എവല്യൂഷണറി മോഡിഫിക്കേഷൻസ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ ലിവിങ് ഫോസിൽസ് എന്ന് വിളിക്കണം. ഒരുപാട് ലിവിങ് ഫോസിൽസ് ഉണ്ട്, അതിൽ ഒരു ലിവിങ് ഫോസിലാണ് ഈ സീലോകാന്ത് ലോബ് ഫിൻ ഫിഷസ് എന്ന് വിളിക്കുന്ന സീലോകാന്ത് ഫിഷസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിസ്കവറി വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അതായത് ഇന്തോനേഷ്യയില് അവിടെ ഒരു നമ്മുടെ ഈസ്റ്റ് ലണ്ടൻ മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിലുള്ള ഒരു ക്യൂറേറ്റർ, മ്യൂസിയത്തിന് ഒരു ക്യൂറേറ്റർ ഉണ്ടാവുമല്ലോ, ആ ക്യൂറേറ്റർ ആയിരുന്നു, നിങ്ങൾക്ക് പേര് വായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വായിക്കാം, മാർജോറി കോണ്ടനറി ലാറ്റിമർ, നമുക്ക് ലാറ്റിമർ എന്ന് വിളിക്കാം. അപ്പൊ ഈ ലാറ്റിമർ എന്ന് പറയുന്ന ഈ ലേഡി അവിടെ മ്യൂസിയത്തിലുള്ള ക്യൂറേറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ഈ ലേഡി മ്യൂസിയം ക്യൂറേറ്റർ ആണെങ്കിൽ പോലും ഷി വാസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ആനിമൽസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള ഈസ്റ്റ് ലണ്ടൻ മ്യൂസിയത്തിൽ, ഓക്കെ, സൗത്ത് ആഫ്രിക്കയിലുള്ള ഈസ്റ്റ് ലണ്ടൻ മ്യൂസിയത്തിലുള്ള ക്യൂറേറ്റർ ആണ് ഈ ലേഡി. അപ്പൊ ഈ ലേഡീൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഫിഷർമാൻ ആണ്. അപ്പൊ ഈ ഫിഷർമാനോട് എന്നും ഇവരിങ്ങനെ ചോദിക്കുകയായിരുന്നു, ഓരോ ക്യാച്ച് കഴിയുമ്പോഴും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഫിഷസ് കിട്ടുമോ എന്നുള്ളത്. അപ്പൊ ഒരു ദിവസം അയാള് ഈ സ്ത്രീനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഇത് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഫിഷ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് വന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ അവർ പോയി നോക്കുന്ന സമയത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിഷാണ്, അതുവരെ കാണാത്ത രീതിയിലുള്ള ഫിഷാണ്. പക്ഷേ ഷീ ഹാസ് ഗോട്ട് എ ഡൗട്ട്. ഇത് ഈ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി എന്ന് കരുതിയ ഫിഷാണോ എന്ന് ഇവർക്കൊരു ഡൗട്ട്. പക്ഷെ അങ്ങനെ ഒരു ഒത്തൻറ്റിക് ആയിട്ട് പറയാനുള്ള ഒരു ആള് ഇവരല്ല അല്ലെ. അപ്പൊ അങ്ങനെ ലാറ്റിമറിന്റെ ഒരു ഫ്രണ്ടാണ് സ്മിത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സ്മിത്തിനെ ഇവര് കോണ്ടാക്ട് ചെയ്യാം. പക്ഷെ അപ്പോഴേക്കും സ്മിത്ത് ക്രിസ്മസിന്റെ സമയമാണ്, അതുകൊണ്ട് സ്മിത്ത് ക്രിസ്മസ് ആഘോഷിക്കാൻ പോയിരുന്നു. അപ്പം ഓൾറെഡി ഈ ഫിഷ് കുറച്ചിങ്ങനെ ചീഞ്ഞ രൂപത്തിലാണ് ഇവരുടെ കയ്യിലെത്തുന്നത്. അപ്പൊ സ്മിത്ത് റിട്ടേൺ ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുള്ളത് കൊണ്ട് ഷി വാസ് ഫോഴ്സ്ഡ് ടു പ്രിസർവ് ഇറ്റ്. ടാക്സിഡെർമിസ്റ്റിന്റെ അടുത്ത് കൊടുത്ത്, ടാക്സിഡെർമിസ്റ്റിന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, സ്കിന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, സ്കെയിൽസും ഇന്റേണൽ ഓർഗൻസും ഒക്കെ അവർ കളയും. പക്ഷെ എന്നാലും വേറെ പാകമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു, അതിനെ സ്റ്റഫ് ചെയ്തു. അങ്ങനെ സ്മിത്ത് റിട്ടേൺ ചെയ്തു. സ്മിത്ത് റിട്ടേൺ ചെയ്തിട്ട് നോക്കിയ സമയത്ത് ഹി ഐഡന്റിഫൈഡ് ഇറ്റ് ആസ് ദിസ് എക്സ്റ്റിങ്ക്റ്റ് ഫിഷ്. വളരെ വലിയ ഒരു ഡിസ്കവറി ആയിരുന്നു അത്, സയന്റിഫിക് വേൾഡ് ആഘോഷിച്ചൊരു ഡിസ്കവറി ആയിരുന്നു. Okay, so coelacanth, they were not particularly successful in total number of distinct genera, even in spite of their long history. അപ്പോൾ ആ ഒരു ഈ ഒരു ജനീറ മാത്രമാണ് സക്സസ്ഫുൾ ആയിട്ട് സർവൈവ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അത്രത്തോളം ഒരു സക്സസ്ഫുൾ എവല്യൂഷണറി ഇത് പറയാൻ പറ്റില്ല. കാരണം
ആ ഒരു ജനീറ മാത്രമാണ് സർവൈവ് ചെയ്തത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ ഇത്രയും കാലം ഈ ഒരു ഫിഷ് ഈ ഒരു ജനീറ എക്സിസ്റ്റ് ചെയ്തു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. സോ ലാറ്റിമർ ഷി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഡിസ്കവർ ദ സ്പെസിമെൻ. ഡിസംബർ കാലത്താണ്, 33 ഡിസംബർ 33 അതെന്തോ സംഭവിച്ചിട്ടുണ്ട്. ഡിസംബർ 38, ഓക്കെ, 1938 ഫ്രം ദി കോസ്റ്റൽ വാട്ടേഴ്സ് ഓഫ് മൊസാംബിക് ബേ ഓഫ് സൗത്ത് ആഫ്രിക്കൻ കോസ്റ്റ്. ഓക്കെ, then she was a curator, so she took the fish to the museum. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞില്ലേ, സ്റ്റഫ് ചെയ്തു, സ്മിത്ത് വരുന്നു, തിരിച്ചു വന്ന് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ആൻഡ് ഹി നെയിംഡ് ഇറ്റ് ആസ് ലാറ്റിമേറിയ ചാലൂംനെ എന്ന് സ്മിത്ത് പേര് കൊടുത്തു. ലാറ്റിമേറിയ എന്നുള്ളത് ഈ ലാറ്റിമറിനെ ഒരു ഓർമ്മിക്കാൻ വേണ്ടിയിട്ടും, ചാലൂംനെ എന്നുള്ളത് ചാലൂംനെ റിവറിനാണ് ഇതിനെ ആദ്യമായിട്ട് പിടിച്ചത്. ആ റിവറിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ലാറ്റിമേറിയ ചാലൂംനെ എന്ന് പേര് കൊടുത്തു. പിന്നീടാണ് അത് സ്മിത്തിനും കൂടെ ഒരു ഇത് കൊടുക്കേണ്ടതായതുകൊണ്ട് ലാറ്റിമേറിയ ചാലൂംനെ സ്മിത്ത് എന്ന ഫസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുള്ള ആ ഒരു സ്പീഷീസിന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ പക്ഷേ സ്മിത്തിന് ഇതിപ്പോ ഇന്റേണൽ ഓർഗൻസ് ഒന്നും ഇല്ല, ഈ ഒരു ഷേപ്പ് മാത്രം വെച്ചിട്ടാണ് സ്മിത്ത് ഇതിനെ ഐഡന്റിഫൈ ചെയ്തത്. പക്ഷെ ഇന്റേണൽ ഓർഗൻസ് ഒന്നുമില്ല. പക്ഷെ അപ്പൊ അങ്ങനെ ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റില്ല. അപ്പൊ സ്മിത്ത് എന്ത് ചെയ്തു, അയാള് ഒരു എല്ലാ ഫിഷർമാനും ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഇതുപോലെ ഒരു ഫിഷിനെ വീണ്ടും കിട്ടുകയാണെങ്കിൽ അതിനെ ഒരു കേടും കൂടാതെ പ്രിസർവ് ചെയ്തിട്ട് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റിന് കൈമാറണം. അതിന് വലിയൊരു ഹ്യൂജ് എമൗണ്ട്, അന്നത്തെ കാലത്ത് എത്ര 100 പൗണ്ടോ എത്ര വലിയൊരു ഹ്യൂജ് എമൗണ്ട്, അതായത് ഒരു ഫിഷർമാന് എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളും വലിയൊരു ഹ്യൂജ് എമൗണ്ട് റിവാർഡും അയാൾ പ്രഖ്യാപിച്ചു. ഓക്കെ, അപ്പൊ ഇത് സീലോകാന്തിന്റെ ഡിസ്കവറി പറയുന്നതാണ്. എങ്ങനെ സയന്റിഫിക് വേൾഡ് ഈ ഡിസ്കവറിനെ ആഘോഷിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ ഇന്ന് നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കുക. നമുക്കതെല്ലാം പറയാൻ സമയം കിട്ടില്ല, ഒരുപാട് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. ഓക്കെ, നമ്മുടെ ലാറ്റിമർ സ്മിത്തിന് അയച്ച കത്താണ് കേട്ടോ, ചിത്രമൊക്കെ വരച്ച് ഹൗ ബ്യൂട്ടിഫുള്ളി ഷീ ഡിസ്ക്രൈബ്ഡ്. ഇതാണ് സ്മിത്തിന് കിട്ടിയത്. പക്ഷെ ഈ കത്ത് സ്മിത്തിന് കിട്ടുമ്പോഴേക്കും, കാരണം പറഞ്ഞില്ലേ ക്രിസ്മസ് ആഘോഷിക്കാൻ നാട്ടിൽ പോയതുകൊണ്ട് ഈ കത്ത് സ്മിത്തിന്റെ കയ്യിൽ കിട്ടുമ്പോഴേക്കും കുറേ വൈകി. അതുകൊണ്ടാണ് കുറേ ഭാഗം ചീഞ്ഞു പോയതുകൊണ്ടാണ് ഇത് പിന്നെ നമുക്ക് എടുക്കാൻ പറ്റാതെ വന്നു. സ്മിത്തിന് അത് കൃത്യമായിട്ട് അത് ഒതന്റിക് ആയിട്ട് പറയാൻ പറ്റാതെ വന്നത്. ഒരുപാട് സ്റ്റാമ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ശരിക്കും സയന്റിഫിക് വേൾഡ് ആഘോഷിച്ചു. ഇത് നമ്മുടെ ഈസ്റ്റ് ലണ്ടൻ മ്യൂസിയമാണ്. ടാക്സിഡർമി ചെയ്ത സ്പെസിമെൻ ഇപ്പോഴും ഈ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്മിത്ത്. ഓക്കെ, അപ്പൊ ഈ കഥ ഞാൻ പറയാം. അപ്പൊ സ്മിത്ത് എന്ത് ചെയ്തു, ഈ ഫിഷർമാൻ അങ്ങനെ റിവാർഡൊക്കെ പ്രഖ്യാപിച്ചു. റിവാർഡ് പ്രഖ്യാപിച്ച് വീണ്ടും ഹി ഹാസ് ടു വെയിറ്റ് ടിൽ ഡെക്കേഡ്സ്. അപ്പൊ 38 ഫസ്റ്റ് സ്പെസിമെൻ ഡിസ്കവർ ചെയ്ത്. ഓക്കെ, സോ സ്മിത്ത് ഹി ഡിസ്ക്രൈബ് ദ സിലോക്കാൻ ലാറ്റിമേറിയ ചാലൂംനെ. 1939 ആണ് ഇയാളിത് പേരൊക്കെ കൊടുത്തത്, ഒതന്റിക് ആയിട്ട് കാരണം 38 ലാസ്റ്റ് അല്ലേ പിടിച്ചത്. സോ ഇറ്റ് വാസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ ട്രൂ ഫോസിൽ. ശരിക്കും സയന്റിഫിക് വേൾഡ് ആഘോഷിച്ച ഒരു റീഡിസ്കവറിയാണിത്. ഓക്കെ, ഇത് ആ ഫിഷിനായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ ഗൂസൻ, ഇയാളാണ് നമ്മുടെ ലാറ്റിമറിന്റെ ഫ്രണ്ട്. ഇയാള് ആ കപ്പൽ വന്ന് ഇറങ്ങിയ ആ സ്ഥലം ആണ് ഇത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതങ്ങനെ വളരെ എന്താ പറയുക, ഒരു അത്രയും കാര്യമായിട്ടുള്ള ഒരു ഡിസ്കവറി ആയതുകൊണ്ട് തന്നെ സയന്റിഫിക് വേൾഡ് 22 ഡിസംബർ ആണ് കേട്ടോ. നേരത്തെ സ്ലൈഡിൽ 33 എന്ന അബദ്ധത്തിൽ കൊടുത്താണ്. 22 ഡിസംബർ 1938. 39 എന്താണ് ഈ പേര് കൊടുത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കഥ ഇവിടെ തീർന്നില്ല കേട്ടോ. നമ്മളിവിടെ ഫസ്റ്റ് ഡിസ്കവറിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ സ്മിത്ത് ഇതിന് പേര് കൊടുത്തു. എന്നിട്ട് സ്മിത്ത് എന്ത് ചെയ്തു, ഡിക്ലെയർ ചെയ്തു, ഒരു റിവാർഡൊക്കെ ഡിക്ലെയർ ചെയ്തിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് അടുത്ത സ്പെസിമെൻ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ,